ഹലോ ഗൈസ്, ഇന്ന് ദിയക്കുട്ടിക്ക് മടിയായതുകൊണ്ട് ദിയക്കുട്ടിയുടെ അമ്മയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്നത് ആരാണെന്നറിയാവോ? നമ്മുടെ ദേവുട്ടിയാണ്. എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ സ്വന്തം മാവേലിക്കര മുനിസിപ്പൽ പാർക്കിൽ. അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. എന്നാലും നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് നേരം സമയം ചിലവഴിക്കാനുള്ള ഊഞ്ഞാലും സ്ലൈഡും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അവരുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് വലുത്. ഇവിടെ കയറുന്നതിന് പാസ്സുണ്ട്. 20 രൂപയാണ് ഒരാൾക്ക്. വലിയവർക്കാണേലും കുട്ടികൾക്കാണേലും എൻട്രി പാസ് 20 രൂപ തന്നെ. ദേവുട്ടി വന്നപ്പോൾ മുതൽ ഊഞ്ഞാലാട്ടം തന്നെ. പിന്നെ ഇടയ്ക്ക് എങ്ങോട്ടൊക്കെയോ പോയി കുറേ സ്ലൈഡിലോട്ടൊക്കെ ഇങ്ങ് കയറി ഓടി വരും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായിന്ന് പറയുന്നു. ആരോ വന്നൊരു പ്രശ്നം ഉണ്ടാക്കി ആകെപ്പാടെ അലമ്പായെന്ന് അവിടെ ഇരിക്കുന്ന ചേച്ചി പറഞ്ഞു. നമ്മുടെ ഡിനോസർ കുട്ടൻ്റെ പല്ലൊക്കെ അങ്ങനെയാ പോയെന്ന് പറയുന്നു. നേരത്തെ ഇവിടെ 7 മണി 7:30 വരെ ടൈം ഉണ്ടായിരുന്നു. ഇപ്പം അത് കാരണം 6 മണി വരെയുള്ളൂ ടൈമിങ്. 6 മണിയാവുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് ചേച്ചി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവു അടുത്ത റൈഡിലേക്ക് കയറി. ദേവുവിന് ഏറ്റവും പേടിയുള്ളത് ടാസ്ക് ഉള്ളതുമായിട്ടുള്ള ഒരു റൈഡാണിത്. എയിൽ നിന്നും ബിയിലേക്ക് കയറാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാണ്. ഒരു വിധത്തിലാണ് അപ്പുറത്തോട്ട് ഇപ്പുറത്തേക്ക് കടക്കുന്നത്. ദേവു എവിടെയെന്ന് നോക്കി ദേവുവിൻ്റെ അച്ഛൻ ക്യാമറയുമായിട്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ദേവുട്ടി അവിടെ എങ്ങും കാണുന്നില്ല. അവൾ ഓരോരുത്തടത്ത് ഇങ്ങനെ ചാടി ഓടി നടക്കുകയാണ്. ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്. നേരത്തെ കുറേ മീനുകളുണ്ടായിരുന്നു. ഇപ്പോൾ 1-2 എണ്ണത്തിനേ കാണുന്നുള്ളൂ. നമ്മൾ കയറി വരുന്നിടത്ത് ദേ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഒരു നല്ല സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദിയ ഈ ഊഞ്ഞാലെ കയറാനായിട്ട് കുറേ സമയം കൊണ്ട് അവിടെ ഓടി നടക്കുകയായിരുന്നു. അവസാനം ഒരു വേക്കൻസി കിട്ടിയപ്പോൾ അവൾ അങ്ങോട്ടേക്ക് ചാടിക്കയറി. ആട്ടാൻ ആരും ഇല്ലാത്തത് കാരണം അപ്പുറത്ത് ആട്ടിക്കൊണ്ട് നിന്ന കുട്ടിയുടെ അച്ഛനാണ് അവളെയും ആട്ടിക്കൊടുത്തത്. ഇവിടെ മരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ മുറിയുണ്ട്. നേരത്തെ അതിലിരുന്നായിരുന്നു ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെയല്ല, പുറത്തിരുന്നാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ മാവേലിക്കരയിലുള്ള കുറേ മഹാന്മാരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് അവരെക്കുറിച്ച് എഴുതി വെച്ചേക്കുന്ന കുറേ ഇതിങ്ങനെ ആ മതിലിൻ്റെ അവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും വായിക്കാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ സമയം കിട്ടിയിട്ടൊന്നുമില്ല. എപ്പോഴും പോകുമ്പോൾ കാണും, പക്ഷേ ഇതുവരെ വായിക്കാനൊന്നും പറ്റിയിട്ടില്ല നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.